ഹലോ ഗൈസ്, എല്ലാവർക്കും വാൻഗേർഡ് SSC മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ എന്ന് പറയുന്നത് നോക്കിക്കേ, ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ട്രെയിൻസ് ഉണ്ട്, പി ആൻഡ് ക്യൂ. ദേ സ്റ്റാർട്ട് അറ്റ് ദ സെയിം ടൈം ഫ്രം സ്റ്റേഷൻ എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. അതായത് പി എന്ന് സ്റ്റാർട്ട് ചെയ്യും, അറ്റ് ദ സെയിം ടൈം ക്യൂ ബിന്ന് സ്റ്റാർട്ട് ചെയ്യും. രണ്ടുപേരും ടുവേർഡ്സ് അല്ലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ടുവേർഡ്സ് വൺ അനദർ സ്റ്റേഷൻസ്. മീറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ബാക്കി സമയം 25-49 മണിക്കൂർ തീർത്തെങ്കിൽ the distance between the two stations is 480 കിലോമീറ്റർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എങ്കിൽ സ്റ്റേഷൻ ബിയിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ് ഇവർ കണ്ടുമുട്ടിയത്, ഓൾസോ എത്ര മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവർ കണ്ടുമുട്ടിയത്. അപ്പൊ നമ്മൾ ഇതില് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ കുറെ പേർക്ക് ഒരു കാര്യം അറിയാതിരിക്കാം. അത് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം അറിയാം. √T2/T1 is equal to S1/S2 അല്ലെ. അതായത് സ്പീഡ് ഓഫ് ട്രെയിൻ പി ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ ക്യൂ എന്ന് പറയുന്നത് കണ്ടുമുട്ടിയതിന് ശേഷമുള്ള സമയത്തിന്റെ ഇൻവേഴ്സ് റേഷ്യോയുടെ റൂട്ടിന് ഈക്വൽ ആയിരിക്കും. അതായത് ടി ക്യൂ ബൈ ടി പി ആയിരിക്കും. ഈ ടി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഈ 49, അതായത് കണ്ടതിന് ശേഷമുള്ള സമയം. ഈ ടി പി എന്ന് പറഞ്ഞാൽ പി കണ്ടതിന് ശേഷം അപ്പുറത്തോടി എത്താനായിട്ട് എടുത്ത സമയം. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരും? ഇവരുടെ സ്പീഡിന്റെ റേഷ്യോ എത്ര വരും ഇവിടെ? 49/25, അതായത് 7/5 വരും. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഈ രണ്ട് സ്റ്റേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് 480 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ച് അവര് മീറ്റ് ചെയ്തെന്ന് വെച്ചോ. ഓക്കെ, ഇത് എ, ഇത് ബി. ഇനി നോക്കിക്കേ, ഇവരുടെ സ്പീഡിന്റെ റേഷ്യോ തന്നെ ആയിരിക്കും ഡിസ്റ്റൻസിന്റെയും റേഷ്യോ. അതായത് സമയം ഇവിടെ കോൺസ്റ്റന്റ് അല്ലേ, എമ്മിൽ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ എന്ന് എമ്മിൽ എത്താനെടുത്ത പിന്റെ സമയവും ബിന്ന് ഇവിടം വരെ എത്താനെടുത്ത ക്യൂന്ന് ട്രെയിനിന്റെ സമയവും സെയിം ആണ്. അപ്പൊ സമയം സെയിം ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. കൂടുതൽ സ്പീഡിൽ പോകുന്നവൻ കൂടുതൽ ദൂരം സഞ്ചരിക്കും. അപ്പൊ ഇവിടെ 7:5 തന്നെ ആയിരിക്കും ഡിസ്റ്റൻസിന്റെയും റേഷ്യോ. 7+5 ഈ 12 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. 12 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും ഇവിടെ ക്വസ്റ്റ്യന് തന്നേക്കുന്ന എത്ര? ടോട്ടൽ ഡിസ്റ്റൻസ് 480 കിലോമീറ്റർ. ഓക്കെ, അതായത് 12 ഇൻറ്റു മൾട്ടിപ്ലൈങ് ഫാക്ടർ എത്ര? 40. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ബി എന്നുള്ള ദൂരം, അതായത് എം ബി എന്നുള്ള ദൂരമാണ് ബി സ്റ്റേഷനിൽ നിന്ന് കണ്ടുമുട്ടാൻ എടുത്ത ദൂരം എന്ന് പറയുന്നത്. അപ്പൊ 5 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു എത്ര? ഇൻറ്റു 40 ചെയ്യുമ്പോൾ 200 കിലോമീറ്റേഴ്സ് എന്ന് വരും. അപ്പൊ ഓപ്ഷനിൽ 200 രണ്ടെണ്ണം ഉണ്ട്. ഇതാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഒരു സാധനം കൂടെ പഠിക്കുന്നുണ്ട്. ഈ FP/SQ ഇസ് ഈക്വൽ ടു, ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്, ഇത് അറിഞ്ഞിരിക്കണം. ഇതല്ലാതെ ഈ എക്സ്ട്രാ എടുത്ത സമയം ഉണ്ടല്ലോ, മീറ്റ് ചെയ്തിട്ട് അങ്ങ് ചെല്ലാനായിട്ട് എടുത്തേ, അതിന്റെ ടൈമിന്റെ പ്രോഡക്റ്റിന്റെ റൂട്ട് ആയിരിക്കും ടൈം ടേക്കൺ ടു മീറ്റ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങോട്ട് നോക്കിയടാ, ടൈം ടേക്കൺ ടു മീറ്റ് എന്ന് പറയുന്നത് ഇവിടെ എഴുതാണ്. ടൈം ടേക്കൺ ടു മീറ്റ് എന്ന് പറയുന്നത് TM is equal to √TP into TQ. TP എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവര് കണ്ടുമുട്ടിയതിന് ശേഷം എടുത്ത സമയം. അതായത് എന്നാ വരും? താഴെ എഴുതുവാണ്, √25 × 49. അതായത് 49ന്റെ റൂട്ട് 7, 25ന്റെ റൂട്ട് 5. അപ്പൊ 7 × 5 35 മണിക്കൂർ. അപ്പൊ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ, ഇതായിരിക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യുക. ആൻസർ കമന്റിൽ ഉറപ്പായിട്ടും ഇടുക. And for more videos like this, subscribe and hit a bell icon. Okay, thank you.